ബി.ജെ.പിയിലെ ഒരു പ്രമുഖ നേതാവിനെതിരെയും പീഡന പരാതി ഉയർന്നിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെയാണ് ഒരു പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരി തന്നെയാണ് മുൻപ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും അത് കേസാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഏറ്റവും അടുത്ത സമയത്ത് രണ്ട് ദിവസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട യുവതി വീണ്ടും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് സി കൃഷ്ണകുമാറിനെതിരെ ഒരു പരാതി കൊടുത്തു എന്ന വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. അതിനു പിന്നാലെ സി കൃഷ്ണകുമാർ വന്ന് മാധ്യമങ്ങളെ കണ്ട് താൻ ഈ പരാതി, തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ വന്നതാണ്, അത് കോടതി തള്ളിക്കളഞ്ഞതാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ പാർട്ടിക്ക് മുന്നിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവായ സന്ദീപ് വാര്യർ, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ വിഷയം, ഈ യുവതി നേരത്തെ RSSന്റെ കാര്യാലയത്തിലെത്തി RSSന്റെ പ്രമുഖ നേതാക്കളോട്, ഒപ്പം തന്നെ ബി.ജെ.പിയിലെ അന്നത്തെ പ്രമുഖ നേതാക്കളായ ഇപ്പോഴും സജീവമായി തുടരുന്ന MD രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഈ പരാതി ഉന്നയിച്ചിരുന്നു എന്നാണ്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരോട് ഈ പരാതി ഉന്നയിച്ചിരുന്നു എന്നാണ്. അന്നൊക്കെ അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് യുവതിയെ മടക്കി അയച്ചതല്ലാതെ ഒരു നടപടി പോലും ബി.ജെ.പി നേതൃത്വം ഈ പറയുന്ന വ്യക്തിക്കെതിരെ എടുത്തില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 ദിവസം മുൻപ് രാജീവ് ചന്ദ്രശേഖരന് ഓഫീസിലേക്ക് യുവതി ഇമെയിലായിട്ട് പരാതി നൽകുമ്പോൾ അത് പരിശോധിച്ചെന്നും നടപടി സ്വീകരിക്കാമെന്നൊരു മറുപടി ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ പരാതി മുഖവിലേക്ക് പാർട്ടി എടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ നേരത്തെ തന്നെ പാർട്ടിയിൽ ഉയർന്ന ഈ ആരോപണത്തിൽ ഈ പറയുന്ന സി കൃഷ്ണകുമാറിനെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീ പീഡന കേസുകളിലൊക്കെ തന്നെ ബി.ജെ.പി നേതാക്കൾ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസിനെ ഉപദേശിച്ച് നടക്കുകയാണ് ബി.ജെ.പിയുടെ ഓരോ നേതാക്കളും. ആ ഘട്ടത്തിലാണ് സി കൃഷ്ണകുമാറിനെതിരെ തന്നെ സമാനമായ രീതിയിൽ ഒരു പരാതി വരുന്നത്. മുൻപ് തന്നെ പാർട്ടിയിൽ ഈ പരാതി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്ന ബി.ജെ.പിയുടെ പല നേതാക്കളും അറിഞ്ഞിരിക്കെ തന്നെ ആ വിഷയത്തിൽ സി കൃഷ്ണകുമാറിനെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്ന കാര്യം കൂടി പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബി.ജെ.പിക്കെതിരെ ഒരു ആരോപണം, അല്ലെങ്കിൽ ഒരു ബോംബ് വരുന്നുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇന്ന് ഇപ്പോൾ ഇത്തരമൊരു വാർത്ത വന്നതിന് പിന്നാലെ അതാണെങ്കിൽ അത് ബോംബ് ചീറ്റിപ്പോയി എന്നൊക്കെയാണ് ബി.ജെ.പിയുടെ നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് VD സതീശൻ ഇന്നലെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് VD സതീശനോ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളോ ഒന്നും തന്നെയല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്ന ബോംബ് ഇനി വേറെയാണോ, ഇനിയും പൊട്ടാനുണ്ടോ എന്നത് സംബന്ധിച്ച് ബി.ജെ.പിക്കിടയിൽ തന്നെ ചില പേടികളും ഒക്കെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ബി.ജെ.പി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു പരാതിയുണ്ട്, അതിൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് ബി.ജെ.പി കോർ കമ്മിറ്റിയിലെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും തന്നെ വിളിച്ച് ഇക്കാര്യം ചോദിച്ചു എന്നതാണ്. തനിക്കെതിരെയാണോ എന്ന് ചോദിച്ചു എന്നാണ് സന്ദീപ് വാര്യർ തന്നെ പറയുന്നത്. അങ്ങനെ ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ആർക്കെതിരെയാണ്, തനിക്കെതിരെയാണോ, കള്ളൻ താനാണോ എന്ന് സ്വയം ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സതീശൻ പറഞ്ഞ കാര്യം, സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ ഒന്നും തന്നെയല്ല പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ബി.ജെ.പിയിലെ ഉൾപാർട്ടി പോര്, അല്ലെങ്കിൽ ബി.ജെ.പിയിലെ വിഭാഗീയതയുടെ ഫലമായിട്ടാണ് ഇന്ന് പെട്ടെന്ന് പൊടുന്നനെ ഇന്നലെ VD സതീശൻ ഇത് പറഞ്ഞതിന് പിന്നാലെ സി കൃഷ്ണകുമാറിനെതിരായ ഈ പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടിയിൽ പല ഗ്രൂപ്പുകളുണ്ട്. അതിൽ പ്രമുഖമായ ചില ഗ്രൂപ്പുകളാണ്. ഒന്ന്, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ മറുവശത്ത് മുരളീധരനൊപ്പം തന്നെ കെ സുരേന്ദ്രനും നയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ മുരളീധരൻ പക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഈ പരാതി ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ സംസ്ഥാന അധ്യക്ഷന് യുവതിയെ പരാതി കൊടുക്കാൻ തന്നെ കാരണം അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നീക്കമാണ്. അത്തരമൊരു പരാതി ഈ യുവതിയെ കൊണ്ട് കൊടുപ്പിച്ചത് തന്നെ രാജീവ് ചന്ദ്രശേഖർ വിഭാഗമാണ് ഈ പരാതി പുറത്തുവിട്ടത്.
അങ്ങനെ ഈ പറയുന്ന തങ്ങൾക്കെതിരായ ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നു. സി കൃഷ്ണകുമാറിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നീക്കമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും സീറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് സി കൃഷ്ണകുമാർ. അദ്ദേഹം ഈ പറയുന്നത് പോലെ നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയാകുന്ന ഒരു വ്യക്തിയാണ്. അതിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ ഭിന്നതകളുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും BJP-യുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആയിരുന്നു. അങ്ങനെ എവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാലും ആദ്യം ചാടി വീഴുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയും അതേപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാൻ തയ്യാറായി കച്ചകെട്ടി നിൽക്കുന്ന സി കൃഷ്ണകുമാറിനെ പാരപണിയാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇറക്കിയ ഒരു തുറുപ്പുചീട്ടാണ് ഈ പരാതി എന്ന ആരോപണം BJP-ക്കുള്ളിൽ തന്നെയുണ്ട്. ആ രീതിയിൽ BJP തന്നെ ഇപ്പോൾ വലിയ ഒരു പുകച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും BJP ഇന്നലെ VD സതീശന്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം വലിയ രീതിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. പല നേതാക്കളും ഇപ്പോൾ പേടിയിലാണ്, മുൾമുനയിലാണ് നിൽക്കുന്നത്. സതീശൻ പറഞ്ഞ സംഭവം ഇതാണെങ്കിൽ തങ്ങൾക്ക് ആശ്വാസമാണ്, അല്ല എന്നുണ്ടെങ്കിൽ മറിച്ച് ആർക്കെതിരെയാണ് വരുന്നത്? തിരുവനന്തപുരത്തെ രണ്ട് നേതാക്കളെ കേന്ദ്രീകരിച്ചും ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവർക്കെതിരായ ചില പരാതികൾ, ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചില സൂചനകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ചില നേതാക്കളും ഇത്തരത്തിലുള്ള പേടിയിലാണ്. ഒപ്പം തന്നെ ഇന്നലെ VD സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ പ്രമുഖനായ ഒരു നേതാവിനെതിരെ ഒരു വാർത്ത കൂടി വരും. അത് കേട്ടാൽ കേരളം ഞെട്ടുന്ന ഒരു ബോംബായിരിക്കുമെന്നാണ്. ആ രീതിയിൽ CPM-ലും ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ഭീതി വിതയ്ക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു യുവ മന്ത്രിക്കെതിരെയാണ് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു യുവ മന്ത്രിക്കെതിരെയാണ് വളരെ ഗുരുതരമായ ഒരു കാര്യം വരുന്നത്. നമുക്കറിയാം VD സതീശൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ പറയുന്ന കാര്യമല്ല. അദ്ദേഹം ഇക്കാര്യം ഇന്നലെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനൊന്നും വെറുതെ പറയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ എന്തായാലും CPM-ന്റെ ഒരു നേതാവിനെതിരെയും ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ആരും പുണ്യാളരല്ല എന്ന് പറയുകയാണ് VD സതീശൻ ചെയ്യുന്നത്. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്ന CPM-നും BJP-ക്കും തങ്ങളുടെ നേർക്കുകൂടി തങ്ങൾ എന്താണ് അല്ലെങ്കിൽ തങ്ങൾ ആരാണെന്ന് സ്വയം ചിന്തിക്കാൻ കൂടി ഒരു ഉപദേശമായിരുന്ന നിലയിൽ കൂടിയാണ് VD സതീശൻ ഇന്നലെ അത്തരം ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ CPM-ന്റെ പ്രമുഖനായ നേതാവ് ഒപ്പം തന്നെ VD സതീശൻ പറഞ്ഞ BJP-ക്കെതിരായ ബോംബും ഒക്കെ തന്നെ പൊട്ടുമോ എന്നത് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന പല പ്രമുഖരും വിലയിരുത്തുന്നത്.